Good afternoon, ma'am. Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. മാം പ്രയർ പാടട്ടെ. Yes, please. Good afternoon, Miss. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനെ. താങ്ക് യു മാം. Okay, please, next. Geeta. Please. Sign in thought for the day only. Sign in പറയാം ma'am. Good afternoon, everyone. My name is Sajna, and thank you for joining today's class. You can acknowledge the unique circumstances of online learning, like welcome to our online class. And thanks for joining us from wherever you are. You can also briefly mention your experience. Let's make this a collaborative and engaging this session. Let's get started. Yes. Collaboration, cooperation. That's all are the methods in Montessori. So it was education psychology, right? ഞാൻ പറഞ്ഞിരുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫാദറിനെ പറ്റി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ ബാച്ച്ഗ്രൗണ്ട് ആണ് പറഞ്ഞു. No, ma'am. So where were we? Last class, ma'am, Natural of Education Psychology അത് കംപ്ലീറ്റ് ചെയ്തു. സ്കോപ്പ് ഓഫ് ദി എഡ്യൂക്കേഷൻ സൈക്കോളജി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പറഞ്ഞത്. Okay, fine. So one activity in the classroom activity. Okay. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഹൂ ഇസ് ദ ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, എന്നിട്ട് അദ്ദേഹത്തെ പറ്റി എന്തൊക്കെ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും, അദ്ദേഹം എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ എന്താണ് കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ്, അതെല്ലാം നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, മേ ബി എല്ലാവരും കളക്ട് ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കാം. മേ ബി ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ആൾക്ക് പറയാത്ത കാര്യങ്ങൾ ആഡ് ചെയ്ത് നമുക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ആരാ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫാദർ? Edward Lee. Yes. Before saying the name, let me tell you, it is very difficult for me to pronounce the names. Pronounce word means it's okay, there it is, but it is sometimes pronouncing a name means in my side, and I'm always doing many mistakes. Okay, it is Edward L. Thorndike. Is it like that, the pronunciation? He is known as the father of educational psychology. He had made many significant, very important contribution in the field of education. Okay. To just collect, don't collect
too much details, collect the details and present in a simple way. Okay. Okay, so let me share the PDF. Okay. So scope of education psychology. അതാണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? Yes, ma'am. സോ എഡ്വേർഡ് തൊണ്ടക്കി അദ്ദേഹത്തിന്റെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും കാണാം, അതിന്റെ സ്കോപ്പും കാണാം. വി ഓൾറെഡി explain many details regarding the 5 key factors. Okay, 5 important key factors, and the potent force is the facilitator, that is a teacher, and we went through the 5 key factors last class. So next is scope of education psychology. The scope എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 5 key factorsനെ ചുറ്റി തിരിഞ്ഞായിരിക്കും ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഈ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സ്കോപ്പ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതും പറഞ്ഞു തോന്നുന്നു, എന്നാലും നമുക്കൊന്നുകൂടെ നോക്കാം. നമുക്കറിയാം, നമുക്ക് കുറേ കാര്യങ്ങള് തിയറി ആയിട്ട് ഉണ്ട്, ബട്ട് പ്രാക്ടിക്കലി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും പല ലിമിറ്റേഷൻസും ഉണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ, അവർ ഓൺലൈൻ ക്ലാസ്. ഓക്കെ, ഓൺലൈൻ ക്ലാസ് ആണ്. യെസ്, ഒരു സൈഡിലെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ സിറ്റ് വെർ എവർ ഐ ലൈക്ക്. എനിക്ക് വേണമെങ്കിൽ എന്റെ വീടിന്റെ ഒരു മൂലയിൽ എവിടെ പോയെങ്കിലും പോയിരിക്കാം, വീടിന്റെ ടെറസിൽ പോയിരിക്കാം, കിച്ചണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാം, കണ്ടുകൊണ്ടിരിക്കാം, അല്ലെ. യുവർ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് കാണാനായിട്ട് പറ്റും. ഫിസിക്കലി നിങ്ങൾ നേരിട്ട് വന്ന് ക്ലാസ്സിൽ വന്ന് ഇരിക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ എവിടെയാണെങ്കിലും, ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസ് കാണാനായിട്ട്. But at the same time, there is some limitations in the online class. എന്താണ് limitations? എന്താ limitations? നെറ്റ്വർക്ക് ഇഷ്യൂസ് നമ്മൾ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻ അല്ലേ, ഫ്രം മൈ സൈഡ് ആൻഡ് ഫ്രം യുവർ സൈഡ്. രാവിലെ ഒരു 10:30 ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, എന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടായില്ല, മൊബൈലിൽ നിന്നായിരുന്നു ക്ലാസ് എടുത്തത്. അപ്പൊ ഇടയ്ക്കിടെ ഈ ക്യാമറയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ട്. എക്സ്റ്റേണൽ ക്യാമറയാണ്, ഇൻബിൽറ്റ് ക്യാമറ അത്ര ക്ലിയർ അല്ല, ഭയങ്കര എന്താ പറയാ ഡള്ളായിട്ട് ഡാർക്ക് ആയിട്ടിരിക്കും, ഒട്ടും ബ്രൈറ്റ് അല്ല ഈ ലാപ്ടോപ്പ് ഇൻബിൽറ്റ് ക്യാമറ. എക്സ്റ്റേണൽ ഒരു ക്യാമറ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. സോ ക്ലാസ് തുടങ്ങി ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ക്യാമറ വർക്ക് ആവുന്നില്ല. അത് എന്റെ സൈഡിൽ നിന്ന് വന്ന ഒരു പ്രശ്നം, ഒരു ലിമിറ്റേഷൻസ്. ആ ഒരു സമയത്ത് നമുക്ക് ക്യാമറയിൽ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ, എത്രയും പെട്ടെന്ന് ആ ഷെഡ്യൂൾ ടൈമിൽ തന്നെ ക്ലാസ് എടുക്കണമല്ലോ. ഞാൻ മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്തു. മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്തപ്പോൾ മൊബൈലിലേക്ക് വരുന്ന കോളുകൾ വേറെ നമ്പറിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ അതങ്ങനെ പോയി. ഓക്കെ, സോ ഇപ്പം നെറ്റ്വർക്ക് ഇഷ്യൂസ്, അത് ഫ്രം യുവർ സൈഡ് ആണെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും പിന്നെ പോയി റെക്കോർഡ് ക്ലാസ് കാണേണ്ടതായിട്ട് വരും. പിന്നെ ക്ലാരിറ്റി പലപ്പോഴും ശരിയായി വരുന്നില്ല. ഇപ്പൊ ഈ ക്ലാസ്സസ് ഓക്കെ, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ പലപ്പോഴും ഡൗട്ട്സ് ഭയങ്കരമായിരിക്കും. പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് വേറൊരാൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അതേസമയം ആ എക്യുപ്മെന്റ് കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. അതൊക്കെയാണ് ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് വി ആർ ട്രൈങ് അവർ മാക്സിമം ടു കോപ്പ് അപ്പ് വിത്ത് ഓൾ ദീസ് ലിമിറ്റേഷൻസ് ആൻഡ് പ്രൊവൈഡിങ് യു മാക്സിമം ഔട്ട്കം. ഓക്കെ,
അത് നമ്മൾ ചെയ്യാനായിട്ട് മാക്സിമം എഫേർട്ട് എല്ലാവരുടെ അടുത്തുനിന്നും എടുക്കുന്നുണ്ട്. നോട്ട് ഫ്രം മൈ സൈഡ് ഓൺലി, ഫ്രം ദ ടെക്നിക്കൽ സപ്പോർട്ട്, ഫ്രം ദ അക്കാദമിക് ടീം ആൻഡ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓൾസോ. ഓക്കെ ഫൈൻ. സോ ലിമിറ്റേഷൻസ്, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞു വരുന്നത്. ബിഫോർ ദാറ്റ് ഞാൻ പലരുടെയും നമ്പറൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബാച്ച് എന്നല്ല, എല്ലാ ബാച്ചിന്റെ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ബാച്ച് ഏതാന്ന് കറക്റ്റ് അറിയുമ്പോൾ ഞാൻ അതിന്റെ കൂടെ ഇപ്പൊ MT10 അല്ലെങ്കിൽ MT13 ആണെങ്കിൽ അങ്ങനെ സേവ് ചെയ്യും. അപ്പോ റീസെന്റ് എനിക്ക് കിട്ടുന്ന കുറെ മെസ്സേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് കുറെ വരുമ്പോ അയക്കുന്ന നിങ്ങൾക്കറിയില്ലല്ലോ എനിക്ക് കുറെ വരുന്നുണ്ടെന്നുള്ളത്. ചിലപ്പോ ഒരെണ്ണമൊക്കെ സ്കിപ്പ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് സോറി പറയുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അതായത് ക്ലാസ്സിൽ പറഞ്ഞിട്ട് ക്ലിയർ ആകാതെ പേഴ്സണലി എന്നോട് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. റെക്കോർഡ് റൈറ്റിംഗിലെ ഡൗട്ട്, സർവേയുടെ ഡൗട്ട്, അങ്ങനെ ഏത് ക്ലാസ് എന്താണെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഹോൾ ക്ലാസ്സിൽ ഞാൻ ഇതേ മെസ്സേജ് പാസ് ചെയ്യാണ്. എന്തെങ്കിലും ഇതുവരെ ഉള്ളതിലുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് പോകാം. തരാത്ത ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻമെന്റ് അത് റിലേറ്റഡ് അല്ല, തന്നിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് പോകാമായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും ആ മെസ്സേജ് എത്തും. സോ ക്ലാസ്സിൽ കയറാത്തവര് റെക്കോർഡ് ക്ലാസ് പ്ലീസ് ദയവായി കാണുക. കാരണം നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്റെ ഒരു മെസ്സേജ് ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് ഒന്നല്ല, കുറെ വരും. പിന്നെ ക്ലാസ് മീൻസ് കോഴ്സ് ജസ്റ്റ് കഴിഞ്ഞ് വൈവയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വെച്ചാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അവർക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവരെ എനിക്ക് പേഴ്സണലി അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലാസ്സുള്ള ബാച്ച് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഷെയർ ദ ഡീറ്റെയിൽസ് ഇൻ ദ ക്ലാസ്. So please, any doubts regarding any of the activities like record writing, assignments, teaching materials, teaching aid making, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിത്തിങ് ഇല്ല? മാം, ഒരാള് ഇതിലേക്ക് ട്രെയിനിങ് പോകുന്ന ആള് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായി, ടീച്ചിങ് മാനുവൽ ഒന്ന് ക്ലാസ് എടുക്കാമോ? ടീച്ചിങ് മാനുവൽ എങ്ങനെ എഴുതേണ്ടത് അത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനാന്നില്ല ഓൺലൈൻ വന്നിട്ട്. അപ്പോ my through she asked me to tell to ma'am. ഓക്കെ, ഷുവർ. ആക്ച്വലി നമുക്ക് സാധാരണ ഒരു കോഴ്സ്, അതായത് BEd ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലെസൺ പ്ലാൻ എന്നുള്ള കാര്യമാണ് അല്ലെ. ലെസൺ പ്ലാൻ എന്താ? ഒന്നുമില്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് വീക്ക് തന്നെ നെക്സ്റ്റ് വീക്കിലെ 5 ഡേയ്സിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു പോകും. അതിന് പല പല മോഡൽസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന ടീച്ചിങ് പ്രാക്ടീസിന് ചെല്ലുന്ന സ്കൂളിലുള്ളവർക്ക് ഒരു ഫോമാറ്റ് ഉണ്ടാവും, അതിനനുസരിച്ച് ചെയ്താൽ മതി എന്ന് അവർ പറയും. അതിനനുസരിച്ച് ചെയ്യാം. ചിലപ്പോൾ ഓരോ ദിവസത്തെ മതിയാകും. നെക്സ്റ്റ് ഡേയിലത്തെ തലേ ദിവസം സബ്മിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. മോണ്ടിസോറി മെത്തേഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെസൺ പ്ലാൻ ഇല്ല, അവിടെ ടീച്ചിങ് മാനുവൽ ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്കനുസരിച്ച് നമ്മൾ ആ സമയത്താണ് ആക്ടിവിറ്റി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പ്രീവിയസ്ലി ഒരു പ്ലാൻഡ് ആയിട്ട് ഒരു ഡോക്യുമെന്റ് വെക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മനസ്സിലുണ്ടാവും ഇതിങ്ങനെ ആക്ടിവിറ്റീസ് എനിക്ക് ചെയ്യിക്കണം എന്നുണ്ടാവും. പക്ഷെ കുട്ടികൾ ചിലപ്പോൾ തലേ ദിവസം അവരോടൊരു കഥ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പിറ്റേ ദിവസം റൈമോ ആക്ഷൻ സോങ്ങിനോ ഒക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ പോയി കുട്ടികൾ പറയും ഞങ്ങൾക്ക് തലേ ദിവസം കഥ കേൾക്കണം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കനുസരിച്ചാണ് നമ്മൾ ആക്ടിവിറ്റീസ് മാറ്റുന്നത്. ഇപ്പൊ ചെല്ലുമ്പോൾ മാത്സിന്റെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും ചെയ്യുന്നത്, കൗണ്ടിങ് അല്ലെങ്കിൽ നമ്പർ ഫെമിലറൈസേഷൻ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോഴാണ് കുട്ടികൾക്ക് ലാംഗ്വേജ് ഏരിയയിൽ എന്തെങ്കിലും ചിലപ്പോൾ സ്കൂളുകാർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ലാംഗ്വേജ് ഏരിയയിലേക്ക് പോകേണ്ടത് വരും. അതുകൊണ്ടാണ് ടീച്ചിങ് മാനുവൽ. അപ്പൊ സംടൈംസ് സ്കൂളുകാർ പറയും ഞങ്ങൾക്ക് ലെസൺ പ്ലാൻ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദം ഡു ലെസൺ പ്ലാൻ ആൻഡ് 4 hours ഡു ടീച്ചിങ് മാനുവൽ. ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടല്ല കേട്ടോ ടീച്ചിങ് മാനുവൽ ചെയ്യുന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ഒരു സ്കൂളിൽ ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഡേ തുടങ്ങി നമ്മൾ ഈ ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യും. അത് നമുക്കൊരു റെഫറൻസ് ആണ്. പിന്നീട് നമ്മൾ ആ സ്കൂളിൽ ഞാൻ പോയി പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, അവിടെ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് എന്ത്, അതാണ് ടീച്ചിങ് മാനുവൽ വരുന്നത്. ടീച്ചിങ് മാനുവലിന്റെ ഫോമാറ്റിന്റെ ഒരു പിക്ചർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? കിട്ടി. ഓക്കെ. ഇപ്പൊ ടീച്ചിങ് മാനുവലില് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് നമുക്ക് ദിവസവും നമ്മുടെ ഒരു നോട്ട്ബുക്കിൽ നമ്മൾ വരച്ചുകൊണ്ട് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഫയലായിട്ട് വെക്കുന്നെങ്കിൽ ലൂസ് പേപ്പർ ഫയലായിട്ട് കീപ്പ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതില് ദിവസവും വരയ്ക്കേണ്ട കോളം 2 കോളമാണ് നമുക്കുള്ളത്. കോളത്തിന്റെ താഴെ ഒരു അനാലിസിസിനോ ഒബ്സർവേഷനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ഭാഗം കൂടി ഉണ്ടാവും. ഓക്കെ.
പറയാം. അതായത് ആദ്യം ഹെഡിങ് കൊടുക്കുക ടീച്ചിങ് മാനുവൽ എന്ന് തന്നെ. അതിന്റെ താഴെയായിട്ട് ക്ലാസ് ഏതാന്ന് കൊടുക്കുക. ക്ലാസ് കൊടുത്തിട്ട് റൈറ്റ് സൈഡിൽ ഡേറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഡേറ്റ് ക്ലാസ് എന്നോ ക്ലാസ് ഡേറ്റ് എന്നോ എങ്ങനെയാന്ന് വെച്ചാൽ കൊടുക്കും. ഏത് ക്ലാസ് ആണെന്നുള്ളത്. UKG ആണെങ്കിൽ UKG, ഏത് ഡേറ്റ് ആണെന്ന് വെച്ചാൽ ഡേറ്റ് കൊടുക്കുക. പിന്നെ സബ്ജക്ട് ഓർ തീം ഓർ ലെസൺ. അതായത് ഇപ്പൊ മാത്സ് ആണെങ്കിൽ മാത്സ്. ഇനി മാത്സിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ലെസൺ ആണ് അവർക്ക് ടെക്സ്റ്റിലെ ഏതെങ്കിലും ഒരു ലെസൺ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസൺ ആണെങ്കിൽ ആ ലെസന്റെ നമ്പറും കൊടുക്കുക. യൂണിറ്റ് 1 എന്നോ 2 എന്നോ ലെസന്റെ ടൈറ്റിലും കൊടുക്കുക. ഓക്കെ, ഇനി തീമാണ്. നിങ്ങൾ തീമാറ്റിക് ആയിട്ട് ചെയ്യാൻ പോകും. ആക്ഷൻസോ, റോൾ പ്ലേ, പിന്നെന്താ സ്റ്റോറി. എന്തിനെ റിലേറ്റ് ചെയ്തതാണെന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ആക്ഷൻസ് ഓൺ ഹെൽത്തി ഹാബിറ്റ്സ്, ആക്ഷൻസ് ഓൺ ആൽഫബറ്റ്സ്, ആക്ഷൻസ് ഓൺ നമ്പേഴ്സ്. ഏതാണോ നിങ്ങൾ തിമാറ്റിക് ആയിട്ട് എടുക്കാൻ പോകുന്നത് അത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 കോളംസ് ആണ്. ആദ്യത്തെ കോളത്തിന്റെ ഹെഡിങ് ടൈറ്റിൽ ആയിട്ട് ലേണിംഗ് ആക്ടിവിറ്റീസ്. രണ്ടാമത്തെ കോളത്തില് റൈറ്റ് സൈഡ് കോളത്തില് റിസൾട്ട്. അതായത് നിങ്ങൾ കൊടുക്കുന്ന ലേണിംഗ് ആക്ടിവിറ്റിയുടെ റിസൾട്ട് എന്താണോ അത് വരണം. അപ്പം ആൽഫബറ്റ്സ് പഠിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലേണിംഗ് ആക്ടിവിറ്റി ടു ടീച്ച് ആൽഫബറ്റ്സ്. റിസൾട്ട് നമുക്ക് ആൽഫബറ്റ്സ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് റിസൾട്ട് എന്താ കിട്ടേണ്ടത്? കുട്ടികൾ ആൽഫബറ്റ്സ് പഠിക്കണം അല്ലെ? They should learn alphabets. ഇനി ലേണിംഗ് ആക്ടിവിറ്റീസിൽ ആൽഫബറ്റ്സ് ടു ടീച്ച് ആൽഫബറ്റ്സ് എഴുതിയിട്ട് നമ്മൾ അതിന് യൂസ് ചെയ്ത മെത്തേഡ് നമുക്ക് അതിന്റെ കൂടെ എഴുതാം. ത്രൂ റൈംസ് ആണെങ്കിൽ ത്രൂ റൈംസ് എഴുതുക, അല്ലെങ്കിൽ ത്രൂ എന്തെങ്കിലും ടീച്ചിങ് എയ്ഡ്സ് ലൈക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആണെങ്കിൽ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് എഴുതുക, അല്ലെങ്കിൽ ചാർട്ട് ആണെങ്കിൽ ത്രൂ ചാർട്ട് എന്ന് എഴുതാം. അങ്ങനെ എന്താണോ ആ ലേണിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതാം. കഥ പോലെ കുറേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ബ്രീഫായിട്ട് നോക്കിയാൽ മനസ്സിലാകണം. അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താ? കുട്ടികൾ ആൽഫബറ്റ്സ് പഠിക്കണം. ഇനി മൈ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഈ കോളത്തിന്റെ പുറത്ത് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ താഴെ എഴുതും. ആ കോളത്തിന്റെ താഴെയായിട്ട് മൈ ഇവാലുവേഷൻ. അതായത് നിങ്ങൾ ഈ ആൽഫബറ്റ്സ് കൊടുത്തപ്പോൾ നമ്മളുടെ ഉദ്ദേശം കുട്ടികൾ ആൽഫബറ്റ്സ് പഠിക്കണം എന്നുള്ളതാണല്ലോ. പക്ഷെ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്തത്? നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഒബ്സർവേഷൻ. ഈ ഒരു ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്തപ്പോൾ, അതായത് ഇപ്പോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ആൽഫബറ്റ്സ് പഠിപ്പിച്ചെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്തപ്പോൾ കുട്ടികളിൽ കണ്ട ചേഞ്ചസ്, മാറ്റങ്ങൾ, അതാണ് നമ്മൾ മൈ ഇവാലുവേഷനിൽ ചെയ്യുന്നത്. കിഡ്സ് വെർ വെരി ഹാപ്പി, ദേ ട്രൈഡ് മെനി ടൈംസ്. അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, പല പ്രാവശ്യം അവർ ട്രൈ ചെയ്തു, അവർ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചു, നെക്സ്റ്റ് ഡേയും ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് മൈ ഇവാലുവേഷനിൽ എഴുതാം. അതായത് നിങ്ങൾ ഒബ്സർവ് ചെയ്തപ്പോൾ കുട്ടികളിൽ കണ്ടതാണ് നമ്മൾ ആ മൈ ഇവാലുവേഷൻ ചെയ്തിട്ടത്. ഇത് എവിടെയും സബ്മിറ്റ് ചെയ്യാനല്ല, ഫോർ അവർ റെഫറൻസ്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് പിന്നീട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഒരു ആക്ടിവിറ്റി കൊടുത്തപ്പോൾ കുഞ്ഞുങ്ങളുടെ മറ്റും പിറ്റേ ദിവസം ചെല്ലുമ്പോഴും എന്താണോ ചെയ്യിക്കുന്നത് അതിനനുസരിച്ച് പിറ്റേ ദിവസത്തെ ഡേറ്റിനനുസരിച്ച് ഒരു ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യുക. വരച്ചാൽ മതി, നോ നീഡ് ടു ടേക്ക് എനി പ്രിന്റ് ഔട്ട്സ്. 2 കോളേ ഉള്ളൂ, അതിൽ എഴുതി വെച്ച് വരച്ചാൽ മതി. എന്നിട്ട് ഇതൊന്ന് ഇനീഷ്യൽ ചെയ്യിക്കണം അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട്. ചിലപ്പോൾ എല്ലാ ദിവസവും അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നമ്മൾ അവിടുന്ന് പോരാറാകുമ്പോൾ എല്ലാം കൂടെ ഒരു ഫയൽ ചെയ്ത് അവരെ കൊണ്ടൊന്ന് ഇനീഷ്യൽ ചെയ്യിച്ചാൽ മതി. ദിസ് ഇസ് ഫോർ യു. നിങ്ങളിത് കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ റിപ്പോർട്ട് കയ്യിലെടുത്തോളൂ. ടീച്ചിങ് പ്രാക്ടീസിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ എന്തൊക്കെയാ ചെയ്യിച്ചെന്ന് ചോദിച്ചാൽ റിപ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്താൽ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. മോണ്ടിസോറി മെത്തേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി ആണ്. ഈവൻ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണത്. അത് തന്നെയാണ് ത്രൂ ഔട്ട് മെത്തേഡിലും യൂസ് ചെയ്യുന്നത്. എന്ത് കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് വേണം. എന്തിനെ കുറിച്ചാണോ അതിനെ ഒബ്ജക്റ്റീവ് ആക്കി വെച്ചിട്ട് ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ അത് എഴുതി വെക്കാനായിട്ട്. ഓക്കെ, അല്ലാണ്ട് വാരി വലിച്ച് കുറെ എഴുതി വെച്ചാലൊന്നും ഈ പറയുന്ന മാർക്കൊന്നും അങ്ങനത്തെ ഒരു ധാരണ മാറ്റണം. ഈവൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്നവരാണ് ഇന്റർവ്യൂ പോകുന്നെങ്കിൽ അവർ ശ്രദ്ധിക്കുകയില്ല കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് കാര്യം പ്രസന്റ് ചെയ്യുന്നതാണ് താല്പര്യം. കുട്ടികൾ എത്ര നേരം അവർക്ക് അറ്റൻഷൻ സ്പാൻ ഉണ്ടാവും നമ്മളിങ്ങനെ ലെക്ചർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ? അവർക്ക് വളരെ ചുരുക്കി കാര്യം പറയുന്നു, പിന്നെ മൊത്തം ആക്ടിവിറ്റീസ് അല്ലേ അവർക്ക്.
അവരുടെ ടൈം ടേബിൾ നോക്കിയാലും നമുക്ക് കാണാം. അപ്പൊ കൂടുതൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് പല കാര്യങ്ങളും. അപ്പം അവരേറ്റവും കുറവ് കാര്യം കേൾക്കാനും കൂടുതൽ ആക്ഷൻസുമാണ് അവർക്ക് താല്പര്യം. ഓക്കെ, അതാണ് ആക്ഷൻ സോങ്ങിന് പ്രാധാന്യം, സ്റ്റോറി ടെല്ലിങ്ങിന് പ്രാധാന്യം, പിന്നെ അതുപോലെ തന്നെ റോൾ പ്ലേ. നമുക്കറിയാം നമ്മളുടെ നാട്ടില് പല രീതിയിലുള്ള സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ സോഷ്യൽ ഇഷ്യൂസ് ഒരു തീമായിട്ട് എടുത്തുകൊണ്ട് ഒരു റോൾ പ്ലേ പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോ അത് ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ ഓർക്കും ഓൺലൈനായിട്ട് ക്ലാസ് റൂമിൽ എങ്ങനെ റോൾ പ്ലേ ചെയ്യും, കാരണം അറ്റ്ലീസ്റ്റ് ഒരു 2, 3, 4 ക്യാരക്ടേഴ്സ് വരുമല്ലോ റോൾ പ്ലേയില്. അത് ഫസ്റ്റ് ബാച്ചുകാരൊക്കെ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് മോഡുലേഷൻ ചേഞ്ച് ചെയ്ത് ബോഡി ലാംഗ്വേജ് മാറ്റിയിട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ടീച്ചറും കുട്ടിയും തമ്മിലുള്ള അവര് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന ഒരു റോൾ പ്ലേ എന്ന് വിചാരിക്കുക. കുട്ടിക്ക് പേഴ്സണൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസും ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഇമ്പോർട്ടൻസും ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഒരു സിറ്റുവേഷൻ, ആ രീതി. അപ്പൊ നിങ്ങൾ തന്നെ ടീച്ചറും ആകണം, നിങ്ങൾ തന്നെ കുട്ടിയും ആകണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് വോയിസ് മോഡുലേഷൻ ചേഞ്ച് ചെയ്യുക, ബോഡി ലാംഗ്വേജ് മാറ്റുക, അതിനനുസരിച്ച് പ്രസന്റ് ചെയ്യുക. ഈ വീട്ടിൽ കുട്ടികളുണ്ടോ, അവർ റെഡിയാണ്, എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ, ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ അത് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി ഈ കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരിക, നമുക്ക് ക്ലാസ്സിൽ അത് ചെയ്യാം, റോൾ പ്ലേ കേട്ടോ. ആക്ഷൻ സോങ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരും ഒരിക്കലെങ്കിലും ക്ലാസ്സിൽ ആക്ഷൻ സോങ് ചെയ്യണം. അത് സൈനിലൂടെയോ സൈൻ ഔട്ടിലൂടെയോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആക്ടിവിറ്റി അവിടെ നടന്നു. കാരണം ഇതൊരു അവസരമാണ്. സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും കുട്ടികളുടെ കൂടെ ആക്ഷൻ സോങ്ങും ഡാൻസും ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റേഷൻസ്. നമുക്ക് ലിമിറ്റേഷൻസ് ആണെന്ന് പറഞ്ഞു വന്നിരുന്നത്. ക്ലിയർ ആയോ? ടീച്ചിങ് മാനുവൽ എങ്ങനെ എഴുതണം എന്നുള്ളത് ക്ലിയർ ആയോ? Okay, so next limitations. ലിമിറ്റേഷൻസ് റീഡ് ചെയ്യുന്നു തോന്നുന്നു. എന്നാലും ആരെങ്കിലും ലിമിറ്റേഷൻസിന്റെ ഈ 5 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്യാമോ? വായിക്കട്ടോ. Limitation of education psychology. The energetic and powerful nature of human behavior sets a number of limitations to the application of psychology to solve educational problems. These limitations are limitation due to nature of educational psychology. Second, limitation due to the nature of human behavior. A limitation due to individual difference. Limitation due to limited scope of experiment on human being. Limitation due to the gap between theory and practical. Okay, limitations of educational psychology. റീഡ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. പലപ്പോഴും എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ നേച്ചർ കാരണമുള്ള ലിമിറ്റേഷൻസ്. അതായത് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പല കാര്യങ്ങളും പറഞ്ഞു വന്നു. അത് സയന്റിഫിക് ആണ്, അത് ഒരു തിയറിറ്റിക്കൽ ബേസ്ഡ് അല്ല, പോസിറ്റീവ് സയൻസ് ആണ്, പിന്നെ അപ്ലൈഡ് സയൻസ് ആണ്, പിന്നെ അതൊരു ഗ്രോയിങ് സയൻസ് ആണ്. പലപ്പോഴും ആപ്ലിക്കേഷൻ ലെവലിൽ എന്തെങ്കിലും അപാകത വരുമ്പോൾ, അത് അപ്ലൈഡ് സയൻസ് ആപ്ലിക്കേഷൻ എന്നുള്ളത് അതിന്റെ ഒരു നേച്ചർ ആണല്ലോ, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഡിപ്പെൻഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ചിലയിടത്ത് നല്ല രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻ നടക്കും, ചിലയിടത്ത് അത് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് പല ലിമിറ്റേഷൻസ് വരുന്നത്. പിന്നെ ഹ്യൂമൻ ബിഹേവിയറിന്റെ നേച്ചർ, കാരണം ഇത് അപ്ലൈ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലാണ്. അവിടെ വരുന്ന 2 കീ ഫാക്ടേഴ്സ്, ലേണറും ഉണ്ട്, ടീച്ചറും ഉണ്ട് അല്ലെ. ലേണറുമായിട്ട് കണക്ട് ചെയ്യുന്ന പാരന്റ്സ്, പിന്നെ ടീച്ചറുമായിട്ടും ലേണറുമായിട്ടും കണക്ട് ചെയ്ത് വരുന്ന അതർ സ്റ്റാഫ്സ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വരും. അപ്പോൾ പല പല നേച്ചർ ബിഹേവിയർ ഉള്ള ഹ്യൂമൻസ് വരുന്ന ഒരു ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്. അപ്പൊ പല സ്വഭാവമായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻസ് വരും. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, സെയിം തന്നെ നമ്മൾ പറഞ്ഞു, ഓരോ വ്യക്തിക്കും ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് പറഞ്ഞു. പിന്നെ ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് നമുക്ക് എക്സ്പെരിമെന്റ് നടത്തി നല്ലതാണോ ചീത്തയാണോ നോക്കാൻ പറ്റില്ലല്ലോ. ശരിയായോ കറക്റ്റ് ആയോ, കുറച്ചും കൂടെ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ശരിയാക്കാൻ പറ്റും. ആ രീതിയിലുള്ള എക്സ്പെരിമെന്റിനുള്ള സ്കോപ്പ് ലെസ് ആണ്. പിന്നെ തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, തിയറിയിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് ഫുള്ളി പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല, അതിന്റെ ലിമിറ്റേഷൻസ്.
Okay, next ഇതിന്റെ ഇമ്പോർട്ടൻസ്, റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓക്കെ, റിലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി നമുക്ക് ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുണ്ട്. 5 പോയിന്റ്സ് ആ ഒരു രീതിയിൽ ഒന്ന് റീഡ് ചെയ്ത് പോവാം. ഫസ്റ്റ് 5 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യും, കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞിട്ട് നെക്സ്റ്റ് 5 അങ്ങനെ പോവാം. പ്ലീസ്. ഞാൻ വായിക്കാം മാം. A systematic knowledge of educational psychology will be useful for the teacher in the following ways: to understand the learner, to cater the individual difference, to understand the learning process, to understand effective method of teaching, to understand development characteristics. സോ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ റെലവൻസ്, ഇമ്പോർട്ടൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ അതാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ലേണർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയുടെ, സ്റ്റുഡൻസ് അല്ലെ, പീപ്പിൾ, അവരെ മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കി അവരുടെ മെന്റൽ സ്റ്റാറ്റസ് മനസ്സിലാക്കിയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ടു ക്യാച്ചർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ക്യാച്ചർ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്, നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി എന്താണോ ആവശ്യം അതവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അക്കോർഡിംഗ് ടു ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പലപ്പോഴും നമ്മള് സ്കൂളിലൊക്കെ കുട്ടികളെ ചേർക്കുമ്പോൾ നമ്മളുടെ ഒരു കൺസേൺ ഇതാണല്ലോ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ, എന്റെ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ഇത് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് എപ്പോഴും അവർക്ക് അതൊരു കൺസേൺ ആണ്. ആ ഒരു അറ്റൻഷൻ എന്റെ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ, അപ്പൊ ഇൻഡിവിജ്വൽ കെയറിങ്, ആ ഒരു അറ്റൻഷൻ അത് നമ്മൾ ഉറപ്പാക്കാറുണ്ട് അല്ലെ. ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ചുള്ളത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, അപ്പൊ ടീച്ചേഴ്സിന് അവർക്ക് മനസ്സിലാകും എന്ത് മെത്തേഡ്, കാരണം അവർക്ക് അതിന് വേണ്ടുന്ന ട്രെയിനിങ് ത്രൂ എഡ്യൂക്കേഷൻ സൈക്കോളജി കൊടുക്കുവാണ്. എന്ത് എഫക്റ്റീവ് മെത്തേഡ്, ടീച്ചിങ്ങിന് യൂസ് ചെയ്യേണ്ട മെത്തേഡ് അത് മനസ്സിലാകും. ടു അണ്ടർസ്റ്റാൻഡ് ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, പലപ്പോഴും ഈ ഡെവലപ്മെന്റിന്റെ പല ഫേസസ് ഉണ്ടാകും. പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ ഡെവലപ്മെന്റ്, കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, അങ്ങനെ പല പല മേഖലകളിൽ പല പല ഫേസസിലുള്ള ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ നെക്സ്റ്റ് 5 പോയിന്റ്സ് വായിക്കട്ടെ മാം. യെസ്. To enable teacher for curriculum development, to render guidance service, to give guidance for the education of extraordinary children, to understand group dynamic and social behavior in classroom, to develop constructive and creative discipline. ടു എനേബിൾ ടീച്ചേഴ്സ് ഫോർ കരിക്കുലം ഡെവലപ്മെന്റ്, അക്കാദമിക് റിലേറ്റഡ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിനെ എനേബിൾ ചെയ്യുന്നു. ലൈക്ക് ഒരു ടെക്സ്റ്റ് റെഡിയാക്കാൻ, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് അതിന്റെ സിലബസ് റെഡിയാക്കാൻ. നമ്മൾ കണ്ടിട്ടില്ലേ ചില ടെക്സ്റ്റുകളൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഉള്ള ആ ടെക്സ്റ്റ് റെഡിയാക്കിയിട്ടുള്ള ടീമിനകത്ത് അവരെവിടെ നിന്നാണ് അവരുടെ ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുമ്പോൾ മിക്ക സ്കൂളുകളിലെ ടെക്സ്റ്റിലും ഏതെങ്കിലും മിക്ക സ്കൂളിലുള്ള ഒരു ടീച്ചറുടെ പേരുണ്ടാവും അല്ലെ. അപ്പൊ ആ കരിക്കുലം ഡെവലപ്മെന്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആ ടീച്ചേഴ്സിന് പറ്റുന്നു. ടു എനേബിൾ ടീച്ചേഴ്സ് ഫോർ കരിക്കുലം ഡെവലപ്മെന്റ്. ടു റെൻഡർ ഗൈഡൻസ് സർവീസ്, ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യുന്നു, അതിന് വേണ്ടുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും വരുന്ന കുട്ടികള്, സ്പെഷ്യൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ്, അവരെ ആ സ്പെഷ്യൽ നീഡ്സ്, അവരുടെ സ്പെഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് എന്താണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കാനായിട്ട് പറ്റുന്നു. പിന്നെ ക്ലാസ് റൂം എന്ന് പറയുന്നത് കുറേ പല പല വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന പല പല എന്താ പറയാ ട്രഡീഷൻ അല്ലെങ്കിൽ കൾച്ചർ ഫോളോ ചെയ്യുന്ന പല ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളാണല്ലോ. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്, അവര് തമ്മിലൊന്ന് സിങ്ക് ആവണം, അവര് തമ്മിലൊന്ന് ടീം പോലെ ആകണം, പിന്നെ സോഷ്യലൈസ് ചെയ്യണം. അത്
മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം പല കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, ചിലപ്പോ വളരെ വീട്ടിൽ ഭയങ്കര ഒതുങ്ങിയൊക്കെ നിന്ന കുട്ടി കുറച്ചുകൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോളേജിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ സോഷ്യലൈസ് ചെയ്യുന്നതും മാറ്റങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്കിനും ഉണ്ടാകുമ്പോൾ എപ്പോഴും ആക്റ്റീവ് ആകുന്ന ഒരു ഗ്രൂപ്പിനകത്ത് ചെല്ലുന്നു. അപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പരസ്പരം മനസ്സിലാക്കാനും സോഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. 5 ഇത് പറഞ്ഞിരുന്നോ? ടു ഡെവലപ്പ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിനും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ. അതായത് കൺസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ, അതാണ് ടു ഡെവലപ്പ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ. അതായത് അവർക്ക് പണിഷ്മെന്റ്, അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് അവർക്ക് വരുമ്പോൾ പണിഷ്മെന്റ് കൊടുക്കാതെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കറിയാം എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികളെ കൊണ്ടുപോയി ലീഡറാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് കൊടുക്കും. അവർക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ പണിഷ്മെന്റ് ആണെന്ന് ഫീൽ ചെയ്യുകയും ചെയ്യരുത്. ബട്ട് അവരുടെ ഒരു ചെറിയൊരു പ്രശ്നത്തിന് അവർക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്ത് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അപ്പോ ഒരു എന്തെങ്കിലും കാര്യത്തിന്റെ ലീഡർ എന്നാക്കും. ക്ലാസ്സിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കാൻ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ അതിന്റെ ലീഡർ ആക്കും, ഭയങ്കര റെസ്പോൺസിബിൾ ആകും. പിന്നെ അതിലായിരിക്കും ആളുടെ ചിന്ത, ഫോക്കസ്. അതാണ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ. എന്തെങ്കിലും പണിഷ്മെന്റ് ഒക്കെ അവരുടെ മിസ്റ്റേക്കിന് കൊടുക്കുന്ന പകരം ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുക. ടു അണ്ടർസ്റ്റാൻഡ് പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ, അത് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് വരുന്ന പോയിന്റ്സ് എല്ലാം ഒന്ന് റീഡ് ചെയ്താണെങ്കിൽ തീരുന്നവർ. ടു നോ അബൌട്ട് to understand problems of children, to help in measuring learning outcomes, to prepare timetables, to prepare textbooks, instructional materials, to select appropriate co-curricular activities, to know about himself. കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കുക. പിന്നെ നമ്മൾക്ക് എപ്പോഴും എന്താ, കുട്ടികളെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടത്തിവിടുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഔട്ട്പുട്ട്, ഔട്ട്കം, അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യും അല്ലെ. അപ്പൊ അത് അനലൈസ് ചെയ്യും പല മെത്തേഡ്സ് ഉണ്ടാവും. ചിലപ്പോൾ എക്സാംസ് കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യും. അപ്പൊ അത് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജി. ചിലപ്പോൾ കുട്ടികളുടെ തന്നെ ഫീഡ്ബാക്ക് വാങ്ങും. നിങ്ങളുടെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് വാങ്ങും. അപ്പൊ അവര് എഴുതും എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളുടെ പ്ലാറ്റ്ഫോം നമ്മൾ നല്ല ഓപ്പൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, മാം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു, കുറച്ചുകൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു നിങ്ങൾ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളോട് ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ മെഷറിങ്, ആ ലേണിംഗ് ഔട്ട്കംസ് മെഷർ ചെയ്യാനായിട്ട് ആ ഒരു സ്പേസ് ഇല്ലെങ്കിൽ, ഓപ്പൺ ആയിട്ട് പറയാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ പലപ്പോഴും കുട്ടികൾ പറയാതിരിക്കുക. അപ്പൊ ആ രീതിയിൽ അവർക്ക് അവരുടെ ലേണിംഗ് ഔട്ട്കംസ് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അത് റിലേറ്റഡ് അതെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് അതും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അപ്രോപ്രിയേറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. നമുക്ക് കരിക്കുലർ, അക്കാദമിക് മാത്രമല്ലല്ലോ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കാണും. സ്കൂളൊക്കെ ആകുമ്പോൾ ഡാൻസ്, യോഗ, മ്യൂസിക്, സ്കേറ്റിംഗ്, ചെസ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഓരോ കുട്ടിക്ക് അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സെലക്ട് അപ്രോപ്രിയേറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ്, ടു നോ അബൌട്ട് ഹിംസെൽഫ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വൺ സെൽഫ്, അവനവനെ തന്നെ തിരിച്ചറിയുക. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അത് മനസ്സിലാകും, എന്താണ് എന്റെ പൊട്ടൻഷ്യൽ, അത് മനസ്സിലാകാനുള്ള ഒരു ഇത് വരുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതെല്ലാം. അങ്ങനെ എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ ചുരുക്കി പറയുവാണെങ്കിൽ, ഇൻ ഷോർട്ട്, ഒരു ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നു ഒരു ബെറ്റർ ടീച്ചർ ആകാനും, ലേണറെ ഹെൽപ്പ് ചെയ്യുന്നു ഒരു ബെറ്റർ ലേണർ ആകാൻ. അവിടെ ശരിക്കും എന്താ പറയാ, ഡൈനമിക് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ഇവരാണല്ലോ, ടീച്ചറും ലേണറുമാണ് അല്ലെ. ബാക്കിയെല്ലാം സ്റ്റാറ്റിക് ആണ്, ക്ലാസ് റൂം അവിടെ അങ്ങനെ അതൊക്കെ അവിടെ ഉള്ളത്. ജീവനുള്ള രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറും സ്റ്റുഡന്റുമാണ്, ലേണറുമാണ്. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി ഇവരുടെ രണ്ടുപേരുടെയും ഗ്രോത്ത് ബെറ്റർ ആക്കുന്നു, അവരെ കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇതിന്റെ മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ് നെക്സ്റ്റ്.
Okay. Methods of education psychology. അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു ഇവിടം വരെ വായിക്കണേ. ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നില്ലേ, അവിടെ വരെ വായിച്ചു. ആരോ കുറച്ചു മുമ്പ് റെഡി ആയിരുന്നു, രണ്ടുപേരും ഒരുമിച്ച് പറയണ പോലെ എനിക്ക് കേട്ടു, പേര് കണ്ടില്ല. വായിക്കട്ടെ മാം. യെസ്. Methods of educational psychology. Educational psychology deals with the study of human behavior in educational situations. The selection of a particular method depends upon, first, nature of the problem to be studied. Second, orientation and resourcefulness of the researcher. Third, availability of the material, subjects, time, and financial resources. Next, വായിക്കട്ടെ മാം. യെസ്. Methods using in educational psychology. Important methods used in educational psychology. A. Introspection. B. Clinical or care study methods. B. Observation. D. Differential or survey method. So next, methods of educational psychology. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്, സ്കോപ്പ്, അതിന്റെ കീ ഫാക്ടേഴ്സ്, അതിന്റെ ലിമിറ്റേഷൻസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കണ്ടു അല്ലെ. അപ്പൊ ഇൻ ഷോർട്ട് നമ്മൾ പറഞ്ഞത് ടീച്ചർ ലേണർ അവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ആ ഒരു ഫസ്റ്റ് ഇയർ ആദ്യമായിട്ട് ടീച്ചർ ജോയിൻ ചെയ്തു, സെക്കൻഡ് ഇയർ കാണുമ്പോൾ ആ ടീച്ചർക്ക് കുറച്ചുകൂടി നല്ല ഒരു മാറ്റങ്ങൾ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ 14th ബാച്ചിന് ക്ലാസ് എടുക്കുന്നത്. സോ ഫ്രം ഫസ്റ്റ് ബാച്ചിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും 14 എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഒന്ന് കോൺഫിഡന്റ് ആയ പോലെയോ കുറച്ചുകൂടെ കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം പല പല ബാച്ചിൽ നിന്ന് പല പല അറിവുകൾ കിട്ടി, അവരിൽ നിന്നും പലതും ഷെയർ ചെയ്തു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ചിലപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ഷെയർ ചെയ്ത പല കാര്യങ്ങളും ഷെയർ ചെയ്ത് നമുക്ക് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ്. ഹ്യൂമൻ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലുള്ള സ്റ്റഡി ആണെന്നെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ പല മെത്തേഡ്സും ഉണ്ട്. അതായത് നമുക്കിപ്പം എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ എന്തെങ്കിലും ഒരു ചലഞ്ചസ് വന്നു കഴിഞ്ഞാൽ, ഒരു ചലഞ്ച് വന്നു, അത് സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിന് മാത്രമല്ല, എന്ത് കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലാണെങ്കിലും ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ നേച്ചർ ഓഫ് ദ പ്രോബ്ലം അത് സ്റ്റഡി ചെയ്യും. പിന്നെ പല സെറ്റിംഗ്സിലും വരുന്നത് സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ അതിനെ അനലൈസ് ചെയ്യും അല്ലെ. ഒരു റിസർച്ച് എന്നുള്ള ഒരു ഏരിയ ഉണ്ടാവും, റിസർച്ച്. പിന്നെ എന്തെല്ലാം വേണം, അതിന് വേണ്ടുന്ന റിസോഴ്സസ് എന്തെല്ലാം വേണം, അതിന്റെ അവൈലബിലിറ്റി, അത് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ നമ്മൾക്ക് സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം. അതിന് വേണ്ടുന്ന മെറ്റീരിയൽ സബ്ജക്ട്സ്, അതിന് വേണ്ടുന്ന റിസോഴ്സസ്, അതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ റിസോഴ്സസ്, കോസ്റ്റ് എഫക്റ്റീവ് കോസ്റ്റ് ഉണ്ടാവും. അപ്പോ അതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ ഇൻപുട്സ് അത് മാക്സിമം എടുക്കുക. അപ്പോ ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലൈബ്രറി ഉണ്ട്, പക്ഷെ ആ ലൈബ്രറിയുടെ സൗകര്യം ഇച്ചിരി കുറവാണ്. ഓരോ പുതിയ ബ്രാഞ്ച് വന്നു, പുതിയ ബാച്ച് വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ലൈബ്രറി കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ അവരുടെ മുന്നിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈബ്രറിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും. സ്ഥലപരിമിതിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതിനു വേണ്ടി എന്താണ് ആ സൊല്യൂഷൻ എടുക്കേണ്ടത്? ഇനി അത് പുതിയതായിട്ടൊരു സെഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന റിസോഴ്സസ്, മെറ്റീരിയൽസ് വേണം, പിന്നെ കാശും വേണമല്ലോ അല്ലെ. അപ്പൊ അതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി, PTA ഫണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ, മാനേജ്മെന്റിന്റെ ഫണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ അതിന്റെ അവൈലബിലിറ്റി മനസ്സിലാക്കി ആ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ പല രീതിയിലും മെത്തേഡ്സ് എഡ്യൂക്കേഷൻ സൈക്കോളജി എഡ്യൂക്കേഷൻ സിറ്റിംഗ്സിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ജനറലി ഉള്ള കാര്യമാണ് പറഞ്ഞത്. എന്റെ എക്സാമ്പിൾ ആയിട്ട് ലൈബ്രറിയുടെ കേസ് വന്നു, ജനറലി വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് സാമ്പത്തികം ഇമ്പോർട്ടന്റ് ആണ്,
ഫിനാൻസ് ഇൻപുട്ട് വേണം, അതുപോലെ തന്നെ റിസോഴ്സസ് വേണം, മെറ്റീരിയൽസ് വേണം, ഇത് നോക്കി നടത്താൻ ഒരാൾ വേണം, അതിനുവേണ്ടുന്ന ലേബേഴ്സ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത്രയും പണി നടക്കുമ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പല കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വരും. അതെങ്ങനെ മാനേജ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരും. അതിന്റെ അനാലിസിസും കാര്യങ്ങളും എല്ലാം നടത്തും. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഇതിന് വേണ്ടിയിട്ട് പല ഏരിയകളിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഹ്യൂമൻ ബിഹേവിയർ ആണ് നോക്കുന്നത്, അല്ലെ? കുട്ടികളുടെ, ടീച്ചറുടെ, അങ്ങനെ ആ ലേണിംഗ് എൻവയോൺമെന്റിൽ വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ പല മെത്തേഡുകള്, ഇപ്പൊ 4 മെത്തേഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എഴുതി വന്നപ്പോൾ 4 കൂടുതൽ അതിൽ വരുന്നുണ്ട്. അപ്പൊ ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, 4 പറഞ്ഞിട്ടുള്ളൂ, പിന്നെ അതിനകത്ത് കൂടുതൽ വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് അല്ല, പല മെത്തേഡ്സും എഡ്യൂക്കേഷൻ സൈക്കോളജിയിലുണ്ട്. അതിൽ കുറച്ച് 2, 3, 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയുന്നു. അതിലെ ഫസ്റ്റ് വൺ ആണ് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേർഡ് മീനിങ് സെൽഫ് എക്സാമിനേഷൻ ആണ്. താഴെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആത്മപരിശോധന എന്ന് പറയില്ലേ, സെൽഫ് അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ്. പിന്നെ ക്ലിനിക്കൽ ഓർ കേസ് സ്റ്റഡി ആണ് കേട്ടോ. കേസ് സ്റ്റഡി എന്നാക്കുക, കെയർ സ്റ്റഡി അല്ല, കേസ്, CAS, കേസ് സ്റ്റഡി മെത്തേഡ്സ്. ഒരു പെർട്ടിക്കുലർ കേസ് എടുക്കുക, അതിനെ അനലൈസ് ചെയ്യുക, റിസർച്ച് ചെയ്യുക, അതൊക്കെയാണ് ക്ലിനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഒബ്സർവേഷൻ, നമുക്ക് പല രീതിയിൽ ഒബ്സർവ് ചെയ്യാം. നമ്മൾ പറഞ്ഞ ഒരു മോണ്ടിസോറി മെത്തേഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കുറച്ചു മുമ്പ് പറഞ്ഞ ടീച്ചിങ് മാനുവലിൽ മൈ എവാലുവേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്തപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഒബ്സർവേഷൻ പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അയാൾ അറിയണ ആ രീതിയിലുള്ള ഒബ്സർവേഷൻ ഉണ്ട്. നമ്മൾ അറിയാതെ അയാളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള ഒബ്സർവേഷൻ ഉണ്ട്. നമ്മൾ പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാതെയുള്ള ഒബ്സർവേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്. നിങ്ങൾക്ക് ഒരു സർവേ തന്നിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്, ഇല്ല അല്ലെ? അത് ഞാൻ തരും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ തരാറുള്ളൂ. മിക്ക ബാച്ചിലും കുറച്ച് കഴിഞ്ഞിട്ടേ കൊടുത്തിട്ടുള്ളൂ. അതായത് സർവേ ഇത് വേറൊന്നുമില്ല. സർവേ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? പല ആളുകളോടും ചോദിച്ച് കാര്യങ്ങൾ അറിയാം. പല ആളുകളോടും ചോദിച്ച് ചോദ്യങ്ങൾ, അല്ലെ? ക്വസ്റ്റ്യനെയേഴ്സ്. അത് ചിലപ്പോൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, yes or no ടൈപ്പ് ആയിരിക്കും. ചില സമയത്ത് നമ്മുടെ വീടുകളിലെ ലോക്കൽ അതോറിറ്റി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നൊക്കെ സർവേക്ക് വരാറില്ലേ ചില സമയങ്ങളിൽ? അതാണോ ഇതാണോ എന്ന് കുറെ ചോദിക്കും, നമ്മൾ അതിനൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കും, അല്ലെ? അവരത് നോട്ട് ചെയ്ത് പോകും. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ സർവേക്ക് ഒരാൾ വന്നതാണ്, സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇതിന് വന്നതാണ്. അതായത് +1 +2 പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അതാണ് ഉദ്ദേശിച്ച് വന്നത്. അതായത് ആ സ്കൂൾ കാലഘട്ടത്തിൽ എത്ര സ്പെൻഡ് ചെയ്തു, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എത്ര സ്പെൻഡ് ചെയ്തു എന്ന് കണക്കെടുക്കാവുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇവിടെ നമ്മുടെ സർവേയുടെ ടോപ്പിക് വെദർ ചൈൽഡ് കെയർ ഇൻ അവർ ഹോം ഓർ സ്കൂൾ ഈസ് സയന്റിഫിക് ഓർ നോട്ട്. നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ അല്ലയോ, ഇതാണ് നമ്മളുടെ ടോപ്പിക്. ഈ കാലത്തും ആവശ്യമുള്ളൊരു ടോപ്പിക്, അല്ലെ? സർവേ എങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞത്? മിനിമം 5 പാരന്റ്സ്, അത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് ആണെങ്കിൽ നല്ലത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, എളുപ്പത്തിന് വേണ്ടി സർവേ ചെയ്യരുത്. നമുക്ക് കാര്യം മനസ്സിലാക്കാൻ സർവേ ചെയ്യാൻ ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഡേറ്റ കളക്ഷനിൽ യെസ് ഓർ നോ മാത്രമല്ല, വേറെ 2 ഓപ്ഷനും കൂടി ഉണ്ട്. സംടൈംസ് നോട്ട് കൺഫേം, അങ്ങനെ എന്തോ 4 കോളമാണ് ഈ ആൻസർ ടിക്കിടാനായിട്ട് കൊടുത്തിരിക്കുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കുട്ടിക്ക് സ്വന്തമായിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഉണ്ടോ, നിങ്ങളുടെ മൊബൈൽ പഠനാവശ്യത്തിനല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കുട്ടി യൂസ് ചെയ്യാറുണ്ടോ, കുട്ടിയുടെ ഒപ്പം ഇരുന്ന് TV കാണാറുണ്ടോ, കുട്ടിക്ക് ആവശ്യത്തിന് കളിക്കാനുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടോ, പിന്നെ സ്കൂളിലെ ടീച്ചർ നല്ല ട്രെയിൻഡ് ടീച്ചറാണോ, സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ, കുട്ടിയെ പണിഷ് ചെയ്യാറുണ്ടോ സ്കൂളിലും വീട്ടിലും, പിന്നെ സിബ്ലിങ്സുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ, കുട്ടിയുടെ മുന്നിൽ വെച്ച് കുട്ടി കേൾക്കി കമ്പയർ ചെയ്യാറുണ്ടോ, അങ്ങനെയൊക്കെ അങ്ങനെ കുറെ കുട്ടി അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ, അങ്ങനെയുള്ള കുറെ വേർഡ്സ് ആണ്, കുറെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 35 ക്വസ്റ്റ്യൻസ് എന്തോ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് തരുമ്പോ അതില് റെലവെന്റ് അല്ല എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് മാറ്റാം, എന്നിട്ട് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നത് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് പാരഗ്രാഫായ ഇൻട്രോസ്പെക്ഷൻ ഒന്ന് വായിക്കോ. എനിക്കൊരു 2 minutes തരണേ, കൊറിയർ വരുന്നുണ്ട്. അപ്പൊ ഇൻട്രോസ്പെക്ഷൻ ഒന്ന് വായിക്കേ, ഞാനിതൊന്ന് സ്ക്രോൾ ചെയ്ത് വെക്കാം. വായിക്കട്ടെ മാം. യെസ് പ്ലീസ്. Introspection. The term introspection is composed of two words, intro and aspection. Intro means inward and aspection means looking. Introspection means looking within oneself in order to examine one's own thoughts and feelings. Introspection gives us direct and promote knowledge of our mental process without involving any extra cost for the material or aspirate. ഓക്കെ, സോ ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് എക്സാമിനേഷൻ, ഇത് നമ്മളൊരു മെത്തേഡായിട്ട് എവിടെയെങ്കിലും പോയി സയന്റിഫിക് ആയിട്ട് ചെയ്യേണ്ടത് മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളും ചെയ്യണത് ഒരു ആത്മപരിശോധന എന്നൊക്കെ പറയില്ലേ, സെൽഫ് അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. 2 words കമ്പോസ്ഡ് ആണ്. 2 words എന്ന് പറയുന്നത് ഇൻട്രോ ആൻഡ് അസ്പെക്ഷൻ. ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഇൻവേർഡ് ആൻഡ് ഉള്ളിലേക്ക്, ആൻഡ് അസ്പെക്ഷൻ മീൻസ് ലുക്കിംഗ്. അതായത് അങ്ങനത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ടോർച്ച് എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചാൽ, നമ്മൾ എപ്പോഴും പുറത്തേക്കല്ലേ ടോർച്ച് അടിക്കുന്നത്, പുറത്തുള്ള ഇരുട്ടിനകത്ത് എന്താന്ന് അറിയാനാണ് നമ്മൾ പുറത്തേക്ക് ടോർച്ച് അടിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ നീക്കം ചെയ്യാൻ നമ്മളൊന്നും ചെയ്യണില്ല എന്ന് ഒരു ഇത് വരും. അപ്പൊ ആ ടോർച്ച് എടുത്ത് ഉള്ളിലേക്ക് അടിക്കാനായിട്ട് നമുക്ക് നോക്കാം. സെൽഫ് എക്സാമിനേഷൻ, ലുക്കിംഗ് വിത്തിൻ വൺ സെൽഫ് ഇൻ ഓർഡർ ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് സെൽഫ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിയിലും കണക്ട് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ സെൽഫ്, വൺ സെൽഫ്, അത് എക്സാമിൻ ചെയ്യാനുള്ളതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്, ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അപ്പൊ ശരിക്കും ഇൻട്രോസ്പെക്ഷൻ നമുക്കൊരു ഡയറക്റ്റ് ആൻഡ് പ്രോംപ്റ്റ് നോളജ്, നമ്മുടെ ഒരു മെന്റൽ പ്രോസസ്സിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി തരും. ഇൻവോൾവിങ് ഇനി അത് എക്സ്ട്രാ കോസ്റ്റോ ഒന്നും വേണ്ട അല്ലെ, നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ കോസ്റ്റോ വല്ലതും വേണം. ഓക്കെ, ഞാനൊരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പോകും, നമ്മൾ കുറെ ആലോചിക്കും അതിനെപ്പറ്റി. അതിന് ജോയിൻ ചെയ്താൽ പലപ്പോഴും നമ്മൾ കൺഫ്യൂഷനിലാകുന്ന പല പല സന്ദർഭങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ മെത്തേഡ് വളരെ നല്ലതാണ്. നമുക്ക് നോക്കാം, ഇതിന് ഞാൻ ഈ ഒരു കോഴ്സിന് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പോസിറ്റീവ്, ഞാൻ പോയില്ലെങ്കിൽ എനിക്ക് എന്താ കിട്ടും, നഷ്ടവും ലാഭവും, പ്ലസും മൈനസും നമുക്ക് 2 കാര്യങ്ങൾക്കും എഴുതി വെക്കാം. അല്ലെങ്കിൽ ഒരു ജോലി നമ്മൾ ചെയ്യുവാണ്, ആ ജോലി ഞാൻ റിസൈൻ ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, ആ ജോലി ഞാൻ ചെയ്താൽ എന്ത് പ്ലസ് എന്ത് മൈനസ്, ആ ജോലി ഞാൻ റിസൈൻ ചെയ്താൽ എന്ത് പ്ലസ് എന്ത് മൈനസ്. ഇതൊക്കെ ഇൻട്രോസ്പെക്ഷന്റെ ഓരോതരം മാർഗങ്ങളാണ്. അല്ലെങ്കിൽ ഒരാളോട് ഒരു കാര്യം എനിക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് പറയണം, അത് ചിലപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ റിലേഷൻ വളരെ മോശവും. അപ്പൊ ഞാൻ ഇത് അയാളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്ലസ് എന്താണ് മൈനസ്, പറഞ്ഞില്ലെങ്കിൽ എന്താണ് പ്ലസ് എന്താണ് മൈനസ്, ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യും. എന്ത് പറയാൻ കാരണം വെച്ചാൽ പലപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാകും, ബോത്ത് പേഴ്സണലി പ്രൊഫഷണലി അല്ലെ. അപ്പൊ അതിന് ഏറ്റവും പറ്റിയ ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ആത്മപരിശോധന എന്ന് മലയാളത്തിൽ പറയാം, സെൽഫ് അനാലിസിസ്. മോണ്ടിസോറി മെത്തേഡ് തന്നെ ഇത് വരുന്നുണ്ട്. സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിട്ടിസൈസ്, സെൽഫ് ജഡ്ജ്മെന്റ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ചെയ്യും, പക്ഷെ ഒരിക്കലും നമ്മൾ ഇത് സ്വയം ചെയ്യാനായിട്ട് ധൈര്യപ്പെടില്ല. അത് നമുക്ക് വരണം. ഇപ്പൊ ഓൾമോസ്റ്റ് നിങ്ങളിൽ എല്ലാവരും അത് വന്നിട്ടുണ്ടാകും. അപ്പൊ അതൊന്ന് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഒബ്സർവേഷൻ. പല ടൈപ്പ് ഒബ്സർവേഷൻ ഉണ്ട്. അത്
കൊടുത്തിട്ടുണ്ട്, പക്ഷെ എക്സ്പ്ലനേഷൻ അവിടെ കുറവാണ്. നമുക്കത് എന്താന്ന് നോക്കാം. അങ്ങനെ ആത്മപരിശോധന നടത്തുന്നതിന് നമുക്ക് ഫീസ് ഒന്നും ഇല്ലല്ലോ, അല്ലെ? നമ്മൾ തന്നെ നമ്മളെ അനലൈസ് ചെയ്യുക. സോ ഫീസിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് റിസർച്ച് ചെയ്യാണ്, അനലൈസ് ചെയ്യുക. സോ നോ നീഡ് ഓഫ് എനി കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ഒന്ന് വായിക്കാം. 4 ടൈപ്പ് പറയുന്നുണ്ട്. 4 അല്ലാതെ കൂടുതൽ ടൈപ്പ് ഒബ്സർവേഷൻസ് ഉണ്ട്. Observation means the examination of something, especially for the purpose of collecting data. Types of observation: participant observation, non-participant observation, controlled observation, uncontrolled observation. കറക്റ്റ് സമയത്ത് എണീറ്റോ ഉറക്കത്തിൽ? No, I saved. ഓക്കെ ഓക്കെ. സോ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു ഡേറ്റ കളക്ഷൻ ആണല്ലേ. നിങ്ങള് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ചെയ്യേണ്ടത്, അതായത് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒബ്സർവേഷൻ ഒരു ഡേറ്റ കളക്ഷൻ ആണ്. അതിനെ പല ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിലെ 4 കൊടുത്തിരിക്കുന്നത്, 4 അല്ല അതിൽ കൂടുതൽ ഉണ്ട്. അതായത് എന്ത് രീതിയിലുള്ള റിസർച്ച് ആണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഒബ്സർവേഷൻ. മോണ്ടിസോറി മെത്തേഡിൽ നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി അറിയാതെയാണ്. കാരണം അവനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്, നമ്മൾ അവനെ തന്നെ വാച്ച് ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നരുത്. ആ ഒരു രീതിയിൽ കുട്ടി അറിയാതെ വളരെ പാസീവായിട്ട് നിന്നിട്ട് വേണം നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട്. നമ്മൾ ഇന്റർവെൻഷൻ നടത്തരുത്. ഇൻ ബിറ്റ്വീൻ ദ ഒബ്സർവേഷൻ നമ്മൾ ചെന്നവരെ ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്യരുത്. അവന്റെ ബോഡി ലാംഗ്വേജ് അവൻ ഡിമാൻഡ് ചെയ്യാണ്, നമ്മുടെ സപ്പോർട്ട് വേണം. അവനെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവന് പറ്റണില്ല. ചിലപ്പോൾ അവൻ നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ അവന്റെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുകയാണ്. നമ്മൾ ഇടപെടണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ആ ഒബ്സർവേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലേണ്ടത്. അതൊക്കെ ഇനിയും വരും, പറഞ്ഞു കേട്ടോ. ഓക്കെ, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. പേരിൽ നിന്ന് തന്നെ എന്താ മനസ്സിലാവുന്നത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇത് കൂടുതലായിട്ടും ഗ്രൂപ്പുകളിലാണ് വരുന്നത്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ നമ്മളൊരു 10 പേര് ചേർന്നിട്ട് ഒരു കാര്യം ചെയ്യുക, ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുവാണ്, അല്ലെ? അവിടെ എന്ന് വെച്ചാൽ 10 പാർട്ടിസിപ്പന്റ് ഉണ്ട്. ഞാനുണ്ട്, അങ്കിതയുണ്ട്, ഗർഹന്റെ പേര് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ കുറെ പേര് അതിനകത്തുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു പാർട്ടിസിപ്പൻസ് ആയിട്ട് നമ്മളിരിക്കും. അപ്പൊ ഒരാള് ചെയ്യുന്നത് നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യും, മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യും, അല്ലെ? ഇപ്പൊ അങ്കിത ചെയ്യുന്നത് ഞാൻ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും. ഞാൻ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുവാണ്. അതിന് നമുക്ക് റിപ്പോർട്ട് റെഡിയാക്കണം, പ്രോജക്റ്റിന് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ്. അത് ഓരോരുത്തർക്കും ഓരോ വർക്ക് ഡിവൈഡ് ചെയ്യുന്നു, ഒരാൾ ചെയ്യുന്നത് മറ്റേ ആൾ മനസ്സിലാക്കും, അങ്ങനെ അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇങ്ങനെ വരുമ്പോ ഈ 10 പേർക്കും 10 ഐഡിയാസ് ഉണ്ടാവും. നമ്മുടെ 10 പേരിലേക്കും അത് ഷെയർ ചെയ്ത് വരും. 10 പേരുടെ ഇൻസൈറ്റ്സ് തമ്മിൽ ഷെയർ ചെയ്യുന്നു. അതൊക്കെയാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ ഒരു ഗുണം. ഇപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന്റെ കോൺട്രിബ്യൂഷൻ റെലവൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു, അല്ലെ? ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സിൽ അത് വരുന്നുണ്ട്, ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ. അപ്പോ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഔട്ട്കംസ് ആണ് ഏത്? ഗ്രൂപ്പ് ഡൈനാമിക്സും സോഷ്യൽ ബിഹേവിയറും. ആ ഒരു ഒബ്സർവേഷൻ നിന്ന് കിട്ടുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതല്ല, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആയിട്ട് ചെയ്യുന്നതല്ല. നോൺ പാർട്ടിസിപ്പന്റും വരുന്നുണ്ട്. നോൺ പാർട്ടിസിപ്പന്റ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡൈനാമിക്സ് അല്ല. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആണ്, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് വരും. മറ്റേത് പാർട്ടിസിപ്പന്റ് അല്ലാത്ത രീതിയിൽ നിന്നുകൊണ്ടുള്ള ഒബ്സർവേഷൻ. ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുന്നു, നമ്മളെ ഒരു ഗൈഡ്, നമ്മളുടെ ടീച്ചർ പുറത്ത് നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ അവര് നോൺ പാർട്ടിസിപ്പന്റ് ആണല്ലോ, അവരതിൽ പങ്കെടുക്കുന്നില്ല. ഈ 10 പേരെ നോക്കുന്ന ഒരാളുണ്ടാവും പുറത്ത് നിന്നുകൊണ്ട്, അതാണ് നോൺ പാർട്ടിസിപ്പന്റ് ആയിട്ട് വരുന്നത്, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇപ്പൊ പാർട്ടിസിപ്പന്റും നോൺ പാർട്ടിസിപ്പന്റും മനസ്സിലായോ?
നെക്സ്റ്റ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. കുറെ ഉണ്ട് കേട്ടോ, ഇതിലും കൂടുതലുണ്ട്. നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കിട്ടും. നെക്സ്റ്റ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. നമുക്ക് ഈ നാച്ചുറൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു പാസ് വേ, എന്തെങ്കിലും ഒരു പാസ് ചെയ്ത് പോകുമ്പോഴേക്കും നമ്മൾ അത് ശ്രദ്ധിക്കുന്നു, നാച്ചുറലി നമുക്ക് വരുന്നത്. അതാണ് നാച്ചുറൽ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. നോർമൽ സെറ്റിംഗ്സിലുള്ള ഒബ്സർവേഷൻ ആണ് നാച്ചുറൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് എഫേർട്സ് ഒന്നും വേണ്ട. ഇപ്പൊ ബസ്സിൽ നമ്മളിങ്ങനെ പോകുന്നു, നമ്മൾ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ബസ്സിൽ അല്ലേ. അപ്പൊ നമ്മൾ ബസ് എവിടെയെങ്കിലും ഒന്ന് ബ്ലോക്കിൽ കിടക്കുമ്പോഴേക്കും പുറത്തെ കാഴ്ചകൾ നമ്മൾ കാണും. അതൊരു നാച്ചുറൽ ഒബ്സർവേഷൻ ആണ് അല്ലെ. ജസ്റ്റ് വാച്ച് ചെയ്യുന്നു. നമുക്ക് അവിടെ എക്സ്ട്രാ എഫേർട്ട് വേണ്ട, അവിടെ നമുക്ക് കാശ് കൊടുത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓൺ ദ വേയിൽ നമ്മളിങ്ങനെ കാണുവാണ് പല കാര്യങ്ങളും. ഇപ്പോ അങ്ങനെ നിന്നപ്പോഴേക്കും ഒരു പാലത്തിലായിരിക്കാം ഈ പറയുന്ന ബസ് നിന്ന്, നമ്മൾ വിൻഡോ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ സൈഡിൽ നമ്മൾ എന്തെങ്കിലും ഷോപ്പോ അല്ലെങ്കിൽ ആ സൈഡിൽ എന്തെങ്കിലും ഒരു ഗാർഡനോ എന്തെങ്കിലും കാണുമ്പോൾ നമ്മളത് കുറച്ചു നേരം നോക്കിയിരിക്കുന്നു. ദാറ്റ് ഇസ് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒബ്സർവേഷൻ. അതേസമയം കൺട്രോൾഡ് ഒബ്സർവേഷൻ അതല്ല. അവിടെ എന്താണോ ഒബ്സർവ് ചെയ്യേണ്ടത് അതിനൊരു പർട്ടിക്കുലർ ഫോമാറ്റ് ഉണ്ടാകും. അത് കൺട്രോൾഡ് ആയിരിക്കും. നമുക്ക് കാഷ്വലി ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നാച്ചുറൽ ഒബ്സർവേഷന്റെ ഓപ്പോസിറ്റ് ആണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ സംഭവിക്കുന്നത്. അവിടെ ചിലപ്പോൾ എഫേർട്സ് ഇടേണ്ടതായിട്ട് വരും. ആ ഒരു ഒബ്സർവേഷൻ ചിലപ്പോൾ ഒരു ടൈം തന്നിട്ടുണ്ടാവും, ഒരു ഷെഡ്യൂള്. ഇത്രയും ടൈമിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം, നോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ചെയ്തിട്ട് റിസൾട്ട് ഒബ്സർവ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ ഇൻസ്ട്രക്ഷൻസ് ഓറിയന്റഡ് ആയിരിക്കും കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ അവിടെ ഇല്ല, പക്ഷെ കൺട്രോൾഡ് വന്നതുകൊണ്ടാണ് ഞാൻ നാച്ചുറൽ ഒബ്സർവേഷൻ പറഞ്ഞത്. നാച്ചുറൽ ഒബ്സർവേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. നാച്ചുറൽ ഒബ്സർവേഷന് നമ്മുടേതായ കാര്യമായ എഫേർട്ട് ഒന്നും നമ്മൾ ഇടണ്ട. അത് നാച്ചുറലി തന്നെ ഒക്കർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നോർമൽ സെറ്റിങ്ങിൽ സംഭവിക്കുന്നതാണ് നാച്ചുറൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഈ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. പിന്നെ ചിലപ്പോ ഇപ്പൊ ഇന്ന് 10 മണി തുടങ്ങി 12 മണി വരെ അത് ഒബ്സർവ് ചെയ്യണം. നമുക്കൊരു ടൈം തന്നേക്കുക. എന്നിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യണം, അവിടെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത്. നെക്സ്റ്റ് ഡേ ആ ചേഞ്ചസ് വരുത്തിയതിനു ശേഷം വീണ്ടും 10 to 12 o'clock നിങ്ങൾ അത് ഒബ്സർവ് ചെയ്യണം. അങ്ങനെ പറയുന്നു. അതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അൺകൺട്രോൾഡ് അതിന്റെ താഴെ വരുന്നുണ്ട്. ദാറ്റ് ഇസ് സംവാട്ട് ലൈക്ക് നാച്ചുറൽ ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ തന്നെ. എഫേർട്ട് ഇടേണ്ടതും എഫേർട്ട് ഇടേണ്ടാത്തതും അതാണ് ഈ 3, 4 കൺട്രോൾഡും അൺകൺട്രോൾഡ് ഒബ്സർവേഷൻസും വരുന്നത്. കുറച്ചുകൂടെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതായത് കൺട്രോൾഡ് ഒബ്സർവേഷന് കവേർഡ് ഒബ്സർവേഷൻ എന്ന് പറയും. അൺകൺട്രോൾഡ് ഒബ്സർവേഷന് ഒവേർട്ട് എന്ന് പറയും. കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ കവർ ക്ലോസ്ഡ് ആ ഒരു രീതിയിൽ, അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓപ്പൺ എന്നുള്ള രീതിയിൽ കവേർട്ടും ഒവേർട്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇപ്പൊ പാർട്ടിസിപ്പന്റ്, നോൺ പാർട്ടിസിപ്പന്റ്, കൺട്രോൾഡ്, അൺകൺട്രോൾഡ്. അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ സംവാട്ട് ലൈക്ക് നാച്ചുറൽ ഒബ്സർവേഷൻ. കൺട്രോൾഡ് ഒരു കവർ ചെയ്യുന്ന ജസ്റ്റ് അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻസ് ലൈക്ക് ദാറ്റ്. നമുക്ക് വലിയ എഫേർട്ട് ഒന്നും വേണ്ട, കൂളായിട്ട് കാഷ്വൽ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫാദറിനെ കുറിച്ച് കളക്ട് ചെയ്യുക. സമയമുണ്ടെങ്കിൽ ഒബ്സർവേഷനെ പറ്റി ഒന്ന് കളക്ട് ചെയ്തോളൂ. വി ക്യാൻ ഡിസ്കസ് ഇൻ ദ ക്ലാസ്. ഇൻട്രോസ്പെക്ഷൻ നമ്മൾ അത് പേഴ്സണലി നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഇൻട്രോസ്പെക്ഷൻ ഇറ്റ്സ് ഗുഡ് ഫോർ അസ്. നമ്മുടെ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സെൽഫ് എക്സാമിനേഷൻ, സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിറ്റിസൈസസ്. സിമ്പിൾ ആയി പറഞ്ഞ ഒരു ടോർച്ച് എടുത്ത് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ നീക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ പറയാം. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ആക്ച്വലി രാവിലെ നേരത്തെ Sorry. ക്ലാസ്
സോറി ഷോനിമ. ക്ലാസ് സ്റ്റാർട്ടാകുമ്പോ നിന്നത് മാം ആക്ഷൻ അതെ. സോങ്സും പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ വേണ്ടി. ബട്ട് കഴിഞ്ഞില്ല. ഉം. പറഞ്ഞു. Good afternoon, everyone. Today I'll take this opportunity to sign out this class. I hope everyone can understand. We go through educational psychology. Today we learn about scope of educational psychology, limitations of educational psychology, and relevant and contributions of educational psychology, method of educational psychology, method using in educational psychology, and it's a long topic. I'm not prepared about that, so sorry. I believe everyone can understand the lessons. And thank you, Jisha ma'am, for this wonderful class and sharing your experience. Thank you, everyone. ഓക്കെ, താങ്ക് യു ഷോണിമ. ഹായ്. Hi, Laddo. അവിടെ ആരാ സൈഡിൽ നിന്നോണ്ട് നോക്കുന്നേ? ആക്ച്വലി എന്റെ ഹസ്ബൻഡും മൂത്ത മോളെ ഉദ്ദേശിച്ച്. ഹസ്ബൻഡും നോക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. ഓക്കെ, പോണ്ടേ? സപ്പോർട്ടായിട്ട് ഇവള് വിടുന്നില്ല, ടെക്സ്റ്റ് ബുക്ക് കീറി വെച്ചു. ആണോ? ഇപ്പഴേ വിളിക്കാറായോ വാവേ? ഇന്ന് കയറിയോ? മറ്റേ മോള് സ്കൂളായോ അങ്കിത? അവർക്ക് ഇന്ന് ലീവ്, നല്ലോണം മഴ ആയതുകൊണ്ട് ഇതാ ഓ ശരി ശരി. 2 days ആയി മാം ലീവ്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. ലീവായിട്ട് മോള് ലീവായിട്ട് വീട്ടിലെത്തുമ്പോ ഒരു പ്രെയർ ഒക്കെ ചെയ്തൂടെ മോളെ? പ്രെയർ ഇപ്പായിട്ട് പഠിക്കുന്നുണ്ട് മാം. ഈടെ കഴിഞ്ഞ കൊല്ലം ആടെ കന്നഡ ഇതാക്കിയത്, കന്നഡ മീഡിയമിൽ ഉണ്ടായത്. ഈ കൊല്ലം ഈടെ സ്കൂൾ മാറ്റി. അപ്പൊ എന്റെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പാടട്ടെ ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് എന്റെ ആക്ഷൻ സോങ് എല്ലാം മാറുന്നു, പകുതി എല്ലാം മിക്സഡ് ആക്കിയിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ പറയണ്ട. ശരി, അത് കുഴപ്പമില്ല, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ആയിരുന്നു. ഫുള്ള് ക്രിയേറ്റിവിറ്റി ഇല്ലു അവളത്. പറഞ്ഞോ മോളെ പറഞ്ഞോ. One fell down, hit his bum head. Mama called the doctor. Mama called the doctor and doctor said, monkey is jumping on the bed. Full confusion, ma'am. Full confusion. Okay, ma'am. Thank you. Bye. 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 Okay. Bye. 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 Okay, ma'am. Thank you. Thank you, ma'am. Bye. Thank you, ma'am.